ഹായ്, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. അപ്പൊ നമ്മള് ഇത്രയും നാള് ഓരോ ഡ്രഗ്സിന്റെ ഫാർമക്കോളജി നോക്കി. അപ്പൊ നമുക്കിന്ന് പുതിയ ഒരെണ്ണം നോക്കാം. അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ബയോസിന്തസിസ്, അതുപോലെ തന്നെ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഓരോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ, അതായത് ഓരോ സൈറ്റിലും വരുന്ന അതിന്റെ ആക്ഷൻസും, അതുപോലെ തന്നെ അതിന്റെ ഏരിയാസും അനലോഗ്സും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോവാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻ, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്താണ്? ദേ ആർ മേജർ ലിപ്പിഡ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോകോയിഡ്സ് ആണ്. ഓട്ടോകോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ടിഷ്യൂവിൽ തന്നെ അത് പ്രൊഡ്യൂസ് ആയിട്ട് അവിടെ തന്നെ റിലീസ് ആവുന്നതിനാണ് നമ്മൾ ഓട്ടോകോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്താണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുമ്പോൾ മേജർ ലിപ്പിഡ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഓട്ടോകോയിഡ്സ് ആണ്. ഓട്ടോകോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവിടെ ആ ടിഷ്യൂവിൽ തന്നെ അത് സിന്തസൈസ് ആയിട്ട് അവിടെ തന്നെ അതിന്റെ ആക്ഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഓട്ടോകോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നത് ലിപ്പിഡ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോകോയിഡ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് സിന്തസൈസ്ഡ് ഫ്രം അരക്കിഡോണിക് ആസിഡ്. അതായത് അരക്കിഡോണിക് ആസിഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോസ്റ്റാഗ്ലാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഇതിന് മെയിൻ ആയിട്ട് ഇൻവോൾവ് ആവുന്ന എൻസൈം എന്ന് പറയുമ്പോൾ സൈക്ലോ ഓക്സിജനേസ്, ദാറ്റ് ഇസ് കോക്സ് എൻസൈം ആണ് മെയിൻ ആയിട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്ന എൻസൈം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, അതുപോലെ തന്നെ ത്രോംബോക്സൈൻ ആൻഡ് ഓൾസോ ല്യൂക്കോട്രൈൻസ്, ഇതെല്ലാം എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്ന? ഒരു 20 കാർബൺ ഫാറ്റി ആസിഡ്, അതായത് ഐക്കോസ ട്രൈ ടെട്രാ പെന്റനോയിക് ആസിഡിൽ നിന്നാണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ, ല്യൂക്കോട്രൈൻസ്, അതുപോലെ തന്നെ ത്രോംബോക്സൈനും ഒക്കെ റിലീസ് ആവുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കോമൺലി എന്ത് പറയും? നമ്മളിതിനെ കളക്റ്റീവ്ലി കോൾഡ് ഈക്കോസനോയിഡ്സ്. അതായത് നമ്മുടെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ, ത്രോംബോക്സിനെ, ല്യൂക്കോട്രൈൻസിനെയൊക്കെ നമ്മൾ കോമൺലി പറയുന്നതാണ് ഈക്കോസനോയിഡ്സ് എന്ന്. ബിക്കോസ് അതെന്തുകൊണ്ടാണ് നമ്മൾ ഈക്കോസനോയിഡ്സ് എന്ന് പറയുന്നത്? ഇവർ കോമൺലി ഡിറൈവ് ചെയ്യുന്നത് ഈക്കോസ പെന്റനോയിക് അല്ലെങ്കിൽ ടെട്ര, ഈക്കോസ ട്രൈ ടെട്ര അല്ലെ പെന്റനോയിക് ആസിഡിൽ നിന്നാണ് ഇത് സിന്തസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഹാഫ് ലൈഫ് നോക്കാം. അതായത് ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഷോർട്ട് ഹാഫ് ലൈഫ് ആണ്. ദാറ്റ് ഇസ് സെക്കൻഡ്സ് ടു മിനിറ്റ്സ് മാത്രമേ ഇവരുടെ ഹാഫ് ലൈഫ് ഉള്ളൂ. ആൻഡ് ഓൾസോ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാത്തൊരു സാധനമാണ്. അതെന്താ? ഒരു സ്റ്റിമുലൈ വരുമ്പോൾ അവിടെ റിലീസ് ആവുന്നതാണ് നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ, ശരിക്കും അങ്ങനെയാണ് അത് വരുന്നത്. അതായത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അതായത് നമ്മൾ എവിടെയാണോ പ്രൊഡ്യൂസ് ആവശ്യം അതനുസരിച്ചാണ് അത്, നമ്മുടെ നീഡ് അനുസരിച്ചാണ് അത് പ്രൊഡ്യൂസ് ആവുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് നോട്ട് സ്റ്റോർഡ്, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നില്ല. ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ മാത്രമാണ് അത് റിലീസ് ആവുന്നത്. ആൻഡ് ഇറ്റ് ഇസ് മെയിൻലി യൂസ് ടു റെഗുലേറ്റ് ഇൻഫ്ലമേഷൻ, പെയിൻ, യൂട്രൈൻ ആക്ടിവിറ്റി ആൻഡ് ഗ്യാസ്ട്രിക് പ്രൊട്ടക്ഷൻ. അതായത് ഇൻഫ്ലമേഷൻ, ഗ്യാസ്ട്രിക് പ്രൊട്ടക്ഷന്, പെയിന്, യൂട്രൈൻ ആക്ടിവിറ്റിക്കൊക്കെയാണ് നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിനി അടുത്തതിന്റെ ബയോസിന്തസിസ് നോക്കാം. ബയോസിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡില് നമ്മുടെ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സ്റ്റിമുലൈ വരുമ്പോൾ ഫോസ്ഫോലിപ്പേസ് ഏറ്റു വന്നിട്ട് മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡിനെ ക്ലീവ് ചെയ്യും. ക്ലീവ് ചെയ്തിട്ട് അരക്കിഡോണിക് ആസിഡ് റിലീസ് ചെയ്യും. എന്ത് ചെയ്യും? നമ്മുടെ ഒരു സ്റ്റിമുലൈ വന്നിട്ട് ഫോസ്ഫോലിപ്പേസ് എ വന്നിട്ട് മെംബ്രെയിനിൽ, നമ്മുടെ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡിൽ ആക്ട് ചെയ്തിട്ട് അരക്കിഡോണിക് ആസിഡ് റിലീസ് ചെയ്യും. ഈ അരക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്നത് 2 പാത്വേ വഴിയാണ് പോകുന്നത്. ദാറ്റ് ഇസ് കോക്സ് പാത്വേ ആൻഡ് ലോക്സ് പാത്വേ. അതിൽ ലിപ്പോ ഓക്സിനേസ് പാത്വേ വന്നിട്ട് നമുക്ക് ല്യൂക്കോട്രൈൻസ് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ലിപ്പോ ഓക്സിനേസ് എന്താണ്? ല്യൂക്കോട്രൈൻസ് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് നോക്കുന്നതുകൊണ്ട് നമുക്ക് സൈക്ലോ ഓക്സിനേസ് പാത്വേ നോക്കാം. ദാറ്റ് ഇസ് കോക്സ് പാത്വേ. കോക്സ് പാത്വേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻ, ദാറ്റ് ഇസ് സൈക്ലോ ഓക്സിനേസ് വന്നിട്ട് നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ റിലീസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോക്സ് പാത്വേ. അതായത് വന്നിട്ട് സൈക്ലിക് എൻഡോപെറോക്സൈഡിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് വന്നിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിനും പ്രോസ്റ്റാസൈക്ലിനും അതുപോലെ തന്നെ ത്രോംബോക്സൈനും റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ബയോസിന്തസിസിൽ പോകുന്നത്. ദാറ്റ് ഇസ് മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡിൽ ഫോസ്ഫോലിപ്പേസ് എ വന്ന് ആക്ട് ചെയ്തിട്ട് അരക്കിഡോണിക് ആസിഡ് വരുന്നു. അത് കോക്സ്, അതായത് സൈക്ലോ ഓക്സിനേസ് പാത്വേയിലോട്ട് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് റിലീസ് ആവുന്നു. നമ്മൾ പറഞ്ഞ കോക്സ് പാത്വേ ഇല്ലേ, അതിൽ 2 എണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്നത്, കോക്സ് 1 ആൻഡ് കോക്സ് 2. അതിൽ കോക്സ് 1ന്റെ ആക്ഷൻ എന്താന്ന് വെച്ചാൽ ഹൗസ് കീപ്പിംഗ് ആണ്. അതായത് അതൊരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈം ആണ്. ആൻഡ് ദാറ്റ് ഇസ് സിന്തസൈസ്ഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ സെൽ. മിക്ക സെല്ലിലും സിന്തസൈസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈം ആണ് എന്ത് പറയുന്നത്? കോക്സ് 1 എന്ന് പറയുന്നത്. ഇതിന് മെയിൻലി ഹൗസ് കീപ്പിംഗ് ആക്ഷൻ, അതായത് എന്താണ്? റെഗുലേറ്റ് ഫിസിയോളജിക്കൽ ബേസ് ലൈൻസ്. നമ്മുടെ ഫിസിയോളജിക്കൽ ബേസ് ലൈൻസിനെ റെഗുലേറ്റ് ചെയ്യാനാണ് കോക്സ് 1 യൂസ്
ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ പ്രൊട്ടക്ഷൻ, ഹീമോസ്റ്റേസിസ്, അതുപോലെ തന്നെ റീനൽ ഫംഗ്ഷനെ ഒക്കെ എന്ത് ചെയ്യും, റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് COX-1. ഇനി COX-2 എന്താണ്? COX-2 എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോണ്ടർ ആണ്. അതായത് ഒരു ഇൻഡ്യൂസബിൾ എൻസൈം ആണ്, ഒരു ട്രിഗർ, അതായത് ഒരു സ്റ്റിമുലൈ വരുമ്പോൾ റിലീസ് ആവുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഇൻഡ്യൂസബിൾ എൻസൈം. ദാറ്റ് ഇസ് ഒരു സൈറ്റോകൈനോ ഒരു ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സോ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, COX-2 ഇൻഡ്യൂസ് ആവുന്നത്. എന്നിട്ട് അത് വന്നിട്ട് ലൈക്ക് പെയിൻ, ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ് എന്ത് വരുന്നത്, COX-2ന്റെ ആക്ഷൻ വരുന്നത്. എന്താ അപ്പൊ പെയിനും ഇൻഫ്ലമേഷനും കോസ് ചെയ്യുന്നത് COX-2 ആക്ഷൻ വഴിയാണ്. അപ്പൊ COX-1 എന്താണ്, ഒരു ഹൗസ് കീപ്പിംഗ്, അതായത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ബേസ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ COX-1. അതേസമയത്ത് COX-2 എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസബിൾ ആണ്, ഒരു സ്റ്റിമുലൈ വരുമ്പോൾ ലൈക്ക് പെയിനും ഇൻഫ്ലമേഷനും ഒക്കെ ഇൻഡ്യൂസ് ആവും, അല്ലെങ്കിൽ വരാനുള്ള റീസൺ COX-2 വഴിയാണ്. ദാറ്റ് ഇസ് ആൻ ഇൻഫ്ലമേറ്ററി റെസ്പോണ്ടർ ആണ്. ഇനി അടുത്ത് നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മെയിൻലി ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. അതായത് ഇതിൽ 3 ആക്ഷൻ വരുന്നുണ്ട്, കൺട്രാക്ടൈൽ, റിലാക്സന്റ്, അതുപോലെ തന്നെ ഇൻഹിബിറ്ററി. ഫസ്റ്റ് നമുക്ക് കൺട്രാക്ടൈൽ നോക്കാം. അതായത് ഒരു അഗോണിസ്റ്റ് വന്നിട്ട് നമ്മുടെ ജി പ്രോട്ടീൻ ക്യൂവിൽ ബൈൻഡ് ചെയ്യുമ്പോൾ, കൺട്രാക്ടൈൽ എന്താണ്, ജി പ്രോട്ടീനിന് ക്യൂവിൽ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് EP1, FP-TP, അതായത് കൺട്രാക്ടൈൽ ഗ്രൂപ്പ് ആണ്. അവര് വന്നിട്ട് ഫോസ്ഫോലിപ്പേസ് സീനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റും ഡൈഅസൈൽഗ്ലിസറോളും റിലീസ് ആവും. ഇത് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കാൽഷ്യം റിലീസിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് സ്മൂത്ത് മസിൽ കൺട്രാക്ഷനും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും ഉണ്ടാക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ജി പ്രോട്ടീൻ ക്യൂവിൽ വന്ന് നമ്മുടെ ഒരു അഗോണിസ്റ്റ് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഫോസ്ഫോലിപ്പേസ് സീനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് മെസ്സഞ്ചേഴ്സ് ആയിട്ടുള്ള IP3യും ഡൈഅസൈൽഗ്ലിസറോളും വരും. അവര് വന്നിട്ട് കാൽഷ്യം റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് എന്നിട്ട് എന്താ സംഭവിക്കുക, നമ്മുടെ സ്മൂത്ത് മസിൽ കൺട്രാക്ഷനും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി റിലാക്സന്റിൽ എന്താ നടക്കുന്നത്, റിലാക്സന്റ് എന്ന് പറയുമ്പോൾ GS-ലാണ് വന്ന് എന്താ ബൈൻഡ് ചെയ്യുന്നത്. GS-ൽ കപ്പിൾ ചെയ്തിട്ട് DP1, EP2, EP4, IP, അതായത് റിലാക്സന്റ് ഗ്രൂപ്പ് ആണ് അവര് വന്നിട്ട് ATPനെ സൈക്ലിക് AMP ആക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, PKU ആയിട്ട് അതിന്റെ ആക്ഷൻ വന്നിട്ട് എന്താ ചെയ്യുക, സ്മൂത്ത് മസിൽ റിലാക്സേഷനും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും ആണ്, ഇൻഹിബിഷനും ആണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ കൺട്രാക്ടൈൽ എന്താ പറയുന്നത്, സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷനും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും പറഞ്ഞു. അതേസമയത്ത് റിലാക്സനിൽ എന്താ വരുന്നത്, റിലാക്സനിൽ വന്നിട്ട് സ്മൂത്ത് മസിൽ റിലാക്സേഷനും ഇൻഹിബിഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇൻഹിബിഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, ദാറ്റ് ഇസ് GS-ൽ കപ്പിൾ ചെയ്യുമ്പോഴാണ് ആ ആക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് GI വരുന്നുണ്ട്, ദാറ്റ് ഇസ് ഇൻഹിബിറ്ററി. ഇൻഹിബിറ്ററിയിൽ അഗോണിസ്റ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ EP3, DP2, അതായത് ഇൻഹിബിറ്ററി ഗ്രൂപ്പ് വന്നിട്ട് എന്താ ചെയ്യുക, നമ്മുടെ അഡിനൈൽ സൈക്ലേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് സൈക്ലിക് AMP പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സൈക്ലിക് AMP പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ വന്നിട്ട് ഇൻഹിബിഷൻ ഓഫ് ലിപ്പോലൈസിസ് ഉണ്ടാവും. എന്താ നടക്കുന്നത്, ലിപ്പോലൈസിസ് ഇൻഹിബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് 3 ആക്ഷൻ വരുന്നത്. അതായത് കൺട്രാക്ടൈൽ വരുന്നുണ്ട്, റിലാക്സന്റ് വരുന്നുണ്ട്, ഇൻഹിബിറ്ററി വരുന്നുണ്ട്. അതായത് ഇവിടെ നമ്മുടെ GS-ൽ കപ്പിൾ ചെയ്യുമ്പോൾ കാൽഷ്യം ചാനൽ ഓപ്പണർ ആണ്, GI എന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ടാസ്യം ചാനൽ ഓപ്പണർ ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ സൈക്ലിക് AMP സെക്കൻഡറി മെസ്സഞ്ചർ ആയിട്ട് റിലാക്സന്റിൽ വരും. അപ്പോൾ നമുക്ക് റിലാക്സന്റ് ഇഫക്റ്റ് ആണ് വരുന്നത്. ഇൻഹിബിറ്ററിയിൽ വന്നിട്ട് സൈക്ലിക് AMP എന്താ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇൻഹിബിഷൻ ഓഫ് ലിപ്പോലൈസിസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഹിബിഷൻ ഓഫ് സിന്തസിസ് നോക്കാം. എങ്ങനെയൊക്കെ ഇത് ഇൻഹിബിറ്റ് ആവും. അതായത് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, അതായത് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റിറോയിഡ്സ് വന്നിട്ട് അനിക്സിൻസിനെ പ്രൊഡക്ഷൻ കൂട്ടും. ഈ അനിക്സിൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് വന്നിട്ട് മെംബ്രെയിൻ ഫോസ്ഫോലിപ്പേസിനെ ബ്ലോക്ക് ചെയ്യും. ഈ നമ്മുടെ ഫോസ്ഫോലിപ്പേസ് A2 ഇല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ അനക്സിൻ വന്നിട്ട് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാത്വേനെ അഫക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻഹിബിഷൻ ഓഫ് സിന്തസിസ് ആണ് നടക്കുന്നത്. ഇനി അതേപോലെ തന്നെ കോക്സ് പാത്വേ ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്താ, നോൺ സെലക്റ്റീവ് NSAID, അതുപോലെ തന്നെ COX-2 ഇൻഹിബിറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ കോക്സ് പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യും. കോക്സ് പാത്വേ ഇൻഹിബിറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ
കോക്സ് ഷട്ട് ഡൗൺ എഫക്റ്റ് ഉണ്ടാവും. കോക്സ് ഷട്ട് ഡൗൺ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ അരക്കിഡോണിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്സ് പാത്വേക്കും കോക്സ് പാത്വേക്കും യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ കോക്സ് പാത്വേ നമുക്ക് എന്താ സംഭവിക്കുക, കോക്സ് പാത്വേ ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ആവുമ്പോൾ ഈ അരക്കിഡോണിക് ആസിഡ് ഫുള്ള് നമ്മുടെ ലോക്സ് പാത്വേയിലോട്ട് പോയിട്ട് ലൂക്കോട്രൈൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ഇൻഹിബിഷൻ വരുമ്പോൾ ഉള്ള പ്രശ്നം. അപ്പൊ ഈ ലൂക്കോട്രൈൻസ് കൂടുന്നത് എങ്ങനെയാണ് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? യൂസിൻ സില്യൂട്ടൻ. സില്യൂട്ടൻ ഒരു ഡ്രഗ് വെച്ചിട്ടാണ് നമ്മൾ ലൂക്കോട്രൈൻ ലോക്സ് പാത്വേയുടെ ഇൻഹിബിഷൻ നടത്തുന്നത്. അപ്പൊ 3 ഇൻഹിബിഷൻ പറഞ്ഞു. അതായത് നമ്മുടെ ഫോസ്ഫോലിപ്പേസ് A2നെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റിറോയിഡ്സിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കോക്സ് പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സെലക്റ്റീവ് നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്ററിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ലൂക്കോട്രൈൻസിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് സില്യൂട്ടൻ എന്നൊരു ഡ്രഗിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതാണ് ഇൻഹിബിഷൻ ഓഫ് സിന്തസിസിൽ വരുന്നത്. ഇനി അടുത്ത നമുക്ക് ഫിസിയോളജിക്കൽ ആക്ഷൻ നോക്കാം. അതായത് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഓരോ നമ്മുടെ ഓർഗൻസിലും എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് CVS നോക്കാം. CVSൽ വന്നിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ഉം I2ഉം എന്താണ്? ദാറ്റ് ഇസ് പ്രോസ്റ്റാസൈക്ലിൻസ് എന്ത് ഇമ്പോർട്ടൻറ്റ് വാസോ ഡയലേറ്റേഴ്സ് ആണ്. ആൻഡ് ഈ I2വിന് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഇൻഹിബിറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഏതൊക്കെയാ? E2ഉം ആൻഡ് I2ഉം വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവര് വന്നിട്ട് ഡയലേഷൻ, വാസോ ഡയലേഷൻ ആണ് അവര് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇൻഹിബിറ്റ്, എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ I2 വന്നിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. ഇനി അതേ സമയത്ത് F2 ആൽഫയും ത്രോംബോക്സിൻ A2യും, അതായത് F2 ആൽഫയും ത്രോംബോക്സിൻ A2യും വന്നിട്ട് എന്താ ചെയ്യുന്നത്? വാസോ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടോ, വാസോ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷന് അവർ പ്രൊമോട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിൻ്റെയും അത് വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ CVSൽ വന്നിട്ട് E2, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ഉം I2ഉം വന്നിട്ട് എന്താണ്? വാസോ ഡയലേറ്റേഴ്സ് ആണ്. I2 വന്നിട്ട് ഇൻഹിബിറ്റ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആണ്. അതേ സമയത്ത് F2 ആൽഫയും ത്രോംബോക്സിൻ A2ഉം എന്താ ചെയ്യുന്നത്? വാസോ കൺസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത്. അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് CVSലെ ആക്ഷൻ. ഇനി നമുക്ക് അടുത്ത ബ്രോങ്കൈൽ മസിലിലെ ആക്ഷൻ നോക്കാം. അതായത് ബ്രോങ്കൈൽ മസിലിൽ വന്നിട്ട് നമ്മുടെ ആസ്മ എന്താണ്? ഇൻവോൾവ്സ് ഇംബാലൻസ് ബിറ്റ്വീൻ ബ്രോങ്കോ ഡയലേഷനും ബ്രോങ്കോ കൺസ്ട്രക്ഷനും. ബ്രോങ്കോ കൺസ്ട്രക്ഷന്റെയും ബ്രോങ്കോ ഡയലേഷന്റെയും ഈ ഇക്കസനോയിഡ്സ് വന്നിട്ടുള്ള ബ്രോങ്കോ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഐക്കോസനോയിഡ്സ് വന്നിട്ട് ബ്രോങ്കോ കൺസ്ട്രക്ഷനും ബ്രോങ്കോ ഡയലേറ്ററിയുടെ ഇംബാലൻസ് വരുമ്പോഴാണ് ആസ്മ ഇൻവോൾവ് ആവുന്നത്. അതായത് നമ്മൾ പറയുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ഉം I2 എന്ന് പറയുന്നത് ബ്രോങ്കോ ഡയലേറ്ററി ഇഫക്റ്റ് ആണ്. അതായത് E2 എന്ന് പറയുന്നത് സ്ട്രോങ്ങും I2 എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള ബ്രോങ്കോ ഡയലേഷൻ കോസ് ചെയ്യും. അതേ സമയത്ത് എന്താണ്? F2 ആൽഫ D2ഉം ത്രോംബോക്സിൻ A2 എന്താണ്? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? F2 ആൽഫയും D2ഉം അതുപോലെ തന്നെ ത്രോംബോക്സിനും വന്നിട്ട് എന്താണ്? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. ബ്രോങ്കോ ഡയലേഷൻ എന്ന് പറയുന്നത് E2ഉം I2 ആണ് ബ്രോങ്കോ ഡയലേഷൻ. അപ്പൊ ഇവിടെ കണ്ടോ ഇംബാലൻസ് ഉണ്ടാവുകയാണ്. അപ്പൊ നമുക്ക് ബ്രോങ്കോ സ്പാസം അല്ലെങ്കിൽ ആസ്മ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് NS അല്ലെങ്കിൽ ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആസ്പിരിൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ കോക്സിന്റെ ഇൻഹിബിഷൻ ഉണ്ടാവും. അതായത് ആസ്പിരിൻ കൊടുക്കുമ്പോൾ കോക്സിന്റെ ഇൻഹിബിഷൻ ഉണ്ടാവും. കോക്സ് ഇൻഹിബിഷൻ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കോക്സിന്റെയും LOX പാത്വേക്കും നമുക്ക് ആവശ്യമുള്ളതാണ് അരക്കിഡോണിക് ആസിഡ്. അപ്പൊ അരക്കിഡോണിക് ആസിഡ് ഇങ്ങോട്ടുള്ള ഇത് കുറയും, അതായത് കോക്സ് ഇൻഹിബിറ്റ് ആവുള്ളൂ. അപ്പൊ ഈ ഫുൾ അരക്കിഡോണിക് ആസിഡ് ലോക്സ് പാത്വേയിലോട്ട് പോകും. നമ്മൾ നേരത്തെ ഷട്ട് ഡൗണിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതുപോലെ ആ ലോക്സ് പാത്വേയിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലൂക്കോട്രൈൻസ് കൂടും. ദാറ്റ് വിൽ ഇൻക്രീസ് ലൂക്കോട്രൈൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ലൂക്കോട്രൈൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ബ്രോങ്കോ സ്പാസം വരും. സോ ലൂക്കോട്രൈൻസ് കൂടുമ്പോൾ അവിടെ
ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അത് കോക്സ് ഇൻഹിബിഷൻ വരുമ്പോൾ ഫുള്ള് അരക്കിഡോണിക് ആസിഡും ലോക്സ് അതായത് ലിപ്പോക്സിനേസ് പാത്വേയിലോട്ട് പോയി ലൂക്കോട്രൈൻസ് കൂടിയിട്ടാണ് ബ്രോങ്കോസ്പാസം ഉണ്ടാക്കുന്നത്. പിന്നെ ബ്രോങ്കോ ഡയലേറ്റർ ആയിട്ടുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻസ് നമ്മൾ നോക്കി, ബ്രോങ്കോ കൺസ്ട്രക്റ്റിംഗ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് നമ്മൾ നോക്കി. ഇനി അടുത്ത എഫക്റ്റ് GIT-യിലാണ്. അതായത് GIT-യിൽ വന്നിട്ട് എന്താ ചെയ്യണേ, നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ആൻഡ് I2, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2-ഉം I2-ഉം വന്നിട്ട് ഗ്യാസ്ട്രിക് മ്യൂക്കോസനെ പ്രൊട്ടക്ട് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ഗ്യാസ്ട്രിക് മ്യൂക്കോസ. അതായത് ഗ്യാസ്ട്രിക് സെക്രീഷനെ കുറയ്ക്കും, അതുപോലെ തന്നെ മ്യൂക്കസ് സെക്രീഷന് കൂട്ടും. അപ്പൊ എന്താ, ഗ്യാസ്ട്രിക് സെക്രീഷൻ കുറച്ച് മ്യൂക്കസ് സെക്രീഷൻ കൂട്ടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗ്യാസ്ട്രിക് പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2-ഉം I2-ഉം കാണിക്കുന്നത്. ഇനി NSAID, നമ്മൾ നേരത്തെ ഇവിടെ ബ്രോങ്കയിൽ ഇതിൽ NSAID ഇത് പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെ NSAIDക്ക് ഒരു എഫക്റ്റ് വരുന്നുണ്ട് ഗ്യാസ്ട്രിക്കിൽ. എന്താണ്, NSAID വന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഇൻഹിബിറ്റ് COX-1, നമ്മുടെ COX-1-നെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കുറയും. പ്രൊട്ടക്റ്റീവ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കുറയുമ്പോൾ എന്താണ്, ഈ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് പോവും. അപ്പൊ ലോസ് ഓഫ് മ്യൂക്കോസൽ ഷീൽഡ് വന്നിട്ട് പെപ്റ്റിക് അൾസേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിന് വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, മിസോപ്രൊസ്റ്റോൾ, ദാറ്റ് ഇസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 അനലോഗ് ആയിട്ടുള്ള മിസോപ്രൊസ്റ്റോൾ കൊടുത്തിട്ട് നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് പറ്റും പെപ്റ്റിക് അൾസർ. അപ്പൊ എന്താണ്, GIT-യിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ NSAIDs കൊടുക്കുമ്പോൾ നമ്മുടെ COX-1 ഇൻഹിബിഷൻ വരും, പ്രൊട്ടക്റ്റീവ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കുറയും. അപ്പൊ പെപ്റ്റിക് അൾസർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് മിസോപ്രൊസ്റ്റോൾ കൊടുക്കാം. അപ്പോൾ NSAID ഇൻഡ്യൂസ്ഡ് അൾസേഴ്സ് നമുക്ക് ഹീൽ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതാണ് ഗ്യാസ്ട്രിക് വരുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ ആക്ഷൻ. ഇനി നമുക്ക് യൂട്രസിലെ ആക്ഷൻ നോക്കാം. യൂട്രസിൽ എന്താ വരുന്നത്, യൂട്രസിൽ നമുക്ക് 1-2 ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ഏർലി പ്രഗ്നൻസി നമുക്ക് അബോർഷന് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലാണെങ്കിൽ എന്ത് ചെയ്യാൻ, അബോർഷന് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഇസ് മിസോപ്രൊസ്റ്റോൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സക്സസ്ഫുൾ ഏർലി ടെർമിനേഷൻ. കാരണം യൂട്രൈൻ കൺട്രാക്ഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ, ഏർലി പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേസമയം ഇത് ടേം ആണ്, അതായത് ഫുള്ളി റെഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെലിവറി ടൈം ആയ ഒരാൾക്കാണെങ്കിൽ എന്ത് ചെയ്യും, ഇൻഡക്ഷൻ ഓഫ് ലേബറിന് ഹെൽപ്പ് ചെയ്യും. അതായത് ഡൈനോപ്രോസ്റ്റോൾ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വജൈനൽ സോഫ്റ്റും ഡയലേറ്റും ആക്കിയിട്ട് നമുക്ക് ഒരു ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കും. അതായത് ഇപ്പൊ നമ്മുടെ സെർവിക്സ് അൺഫേവറബിൾ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഒരു ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഇസ് ഇൻഡക്ഷൻ ഓഫ് ലേബറിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് പോസ്റ്റ് പാർട്ടം ഹെമറേജിന് ഹെൽപ്പ് ചെയ്യും. അതായത് കാർബോപ്രോസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫോഴ്സ്ഫുൾ കൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ അട്രോണി കൊണ്ടുവരും. അതായത് കാർബോപ്രോസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ യൂട്രൈൻ അട്രോണിയിൽ ഒരു ഫോഴ്സ്ഫുൾ കൺട്രാക്ഷൻ കൊണ്ടുവന്നിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് യൂട്രസിൽ വരുന്ന ആക്ഷൻ. ഇനി ഇതുപോലെ തന്നെ ഐയിൽ ആക്ഷൻ വരുന്നുണ്ട്. ഐയിൽ എന്ത് ആക്ഷനാണ് വരുന്നത്, ഐയിൽ വന്നിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 ആൽഫ, എന്താണ് F2 ആൽഫ വന്നിട്ട് ഇൻട്രാ ഓക്കുലർ പ്രഷറിനെ കുറയ്ക്കും. എന്ത് ചെയ്യും, ഇൻട്രാ ഓക്കുലർ പ്രഷറിനെ കുറയ്ക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ബൈ ഇൻക്രീസിങ് യുവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ ഓഫ് അക്വസ് ഹ്യൂമർ. അതായത് യുവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ അക്വസ് ഹ്യൂമിലോട്ടുള്ള യുവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ കൂട്ടിയിട്ട് ഇൻട്രാ ഓക്കുലർ പ്രഷറിനെ എന്ത് ചെയ്യും, കുറയ്ക്കും. ആൻഡ് therefore it is used as a first line for open angle glaucoma. നമുക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് ഇതൊരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിൾസ് വരുന്ന ഏതൊക്കെയാണ്, ലറ്റാനോപ്രോസ്റ്റ്, ബിമാറ്റോപ്രോസ്റ്റ്, അതുപോലെ തന്നെ ട്രാവോപ്രോസ്റ്റ്. ഇതൊക്കെ നമുക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഏജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ എങ്ങനെയാണിത്, ഇൻട്രാ ഓക്കുലർ പ്രഷറിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത CNS ആക്ഷൻ നോക്കാം. CNS ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി എന്താണ്, പെയിൻ, ഫീവറും അതുപോലെ തന്നെ ഫീവർ അതുപോലെ തന്നെ സെഡേഷൻ, ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഏതാണ്, E2 ആൻഡ് I2 വന്നിട്ട് ഫീവർ അതുപോലെ തന്നെ സെഡേഷൻ ഇൻഡ്യൂസ് ചെയ്യും.
അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ സെൻസ് ആൻഡ് സെൻസറി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ പെയിനിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് പെയിൻ സെൻസിറ്റൈസേഷൻ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആംപ്ലിഫൈ ചെയ്യും, പെയിനെ വന്നിട്ട് ആംപ്ലിഫൈ ചെയ്യും. സോ നമ്മുടെ നോസിസെപ്റ്ററിൽ വന്നിട്ട് പെയിനിന്റെ ആ ഒരു ഇത് കൂട്ടുവാണ് പ്രോസ്ട്രാഗ്ലാൻഡിൻസ് ചെയ്യുന്നത്. അപ്പം ഫീവർ പെയിനും ഇൻഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിമ്പത്തറ്റിക് നെർവിൽ എന്താ നോർ അഡ്രിനാലിന്റെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും, റിലീസ് ഓഫ് നോർ അഡ്രിനാലിൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ആക്ഷനും പ്രോസ്ട്രാഗ്ലാൻഡിന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഹോർമോൺസ് ലൈക്ക് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്ടിൻ, ഇൻസുലിൻ്റെ ഒക്കെ റിലീസിനെ ട്രിഗർ ചെയ്യും. ദാറ്റ് ഇസ് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്ടിൻ, ഇൻസുലിനെ എന്ത് ചെയ്യും, അതിന്റെ റിലീസിനെ ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ലിപ്പോലൈസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. നമ്മൾ ഇൻഹിബിറ്ററി എഫക്റ്റിൽ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അതായത് ലിപ്പോലൈസിസിനെ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ബോൺ കാൽഷ്യം മൊബിലൈസേഷൻ, അതായത് ബോണിൽ നിന്നുള്ള കാൽഷ്യം മൊബിലൈസേഷൻ ചെയ്തിട്ട് ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാക്കും. അതായത് പ്രോസ്ട്രാഗ്ലാൻഡിൻ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കാൽഷ്യം ഫ്രം ബോൺസിനെ മൊബിലൈസ് ചെയ്തിട്ട് ഇറ്റ് മേ ലീഡ് ടു ഹൈപ്പർ കാൽസീമിയ. അപ്പൊ ഇത്രയാണ് CNSഉം അതല്ലാതെ എൻഡോക്രൈനിലൊക്കെ വരുന്ന പ്രോസ്ട്രാഗ്ലാൻഡിൻസിന്റെ ആക്ഷൻ. അപ്പൊ എന്താ, ഫീവറും പെയിനും ഒക്കെ ഇൻഡ്യൂസ് ചെയ്യും, നോർ അഡ്രിനാലിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യും, നമ്മുടെ എൻസൈംസിനെ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ലിപ്പോലൈസിസ് ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്, ബോൺ കാൽഷ്യം മൊബിലൈസേഷൻ കാരണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസ്റ്റാഗ്ലാൻഡ്സിന്റെ ഡിഫറെന്റ് അനലോഗ്സ് ആണ്. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഒബ്സ്ട്രക്റ്റിവ്സ് ആൻഡ് ഗൈനക്കോളജിയിൽ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞു, ഏർലി പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ ടെർമിനേഷൻ യൂസ് ചെയ്യുന്നു പറഞ്ഞു, അതുപോലെ തന്നെ ഇൻഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യും, അതുപോലെ തന്നെ സെർവിക്കൽ റൈപ്പനിങ്ങിന് യൂസ് ചെയ്യും, പോസ്റ്റ് പാർട്ടം ഹെമറേജിന് യൂസ് ചെയ്യും. അപ്പോൾ ഓരോന്നിനും ഓരോ ഡ്രഗാണ്. ഇപ്പൊ നമ്മൾ ടെർമിനേഷൻ ആണെങ്കിൽ ഡയനോപ്രോസ്റ്റോൺ ഉണ്ട്, ഡയനോപ്രോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെമറേജ് കൺട്രോൾ ചെയ്യാനായിട്ട് കാർബോപ്രോസ്റ്റ് വരുന്നുണ്ട്, മിസോപ്രസ്റ്റോൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഏർലി പ്രഗ്നൻസി, അതായത് സെർവിക്കൽ പ്രൈമിങ് അല്ലെങ്കിൽ റൈപ്പനിങ്ങിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ജെമിപ്രോസ്റ്റ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഗ്ലോക്കോമയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലറ്റാനോപ്രോസ്റ്റ്, ബിമാറ്റോപ്രോസ്റ്റ്, ട്രാവോപ്രോസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ കാർഡിയോവാസ്കുലർ, അതായത് പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഒക്കെ നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് പ്രോസ്റ്റിനോള് നമ്മൾ എന്ത് ചെയ്യും, പൾമിനറി ഹൈപ്പർ ടെൻഷൻ, ദാറ്റ് ഇസ് യൂസ് ടു ട്രീറ്റ് പ്രോസ്റ്റനോൾ വന്നിട്ട് പൾമിനറി ഹൈപ്പർ ടെൻഷന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ആൽപ്രോസ്റ്റാഡിൽ വന്നിട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് യൂസ് ചെയ്യും. ഇത് വന്നിട്ട് പൾമിനറി ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ആൽപ്രോസ്റ്റാഡിൽ വന്നിട്ട് അൽപ്രോസ്റ്റാറിൽ വന്നിട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഗ്യാസ്ട്രിക് പ്രൊട്ടക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ മിസോപ്രസ്റ്റോൾ യൂസ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഓരോ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സും അതിന്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസും വരുന്നത്. പിന്നെ നമുക്ക് വേറൊരിത് വരുന്നുണ്ട്, നമ്മുടെ CVS റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. അതായത് ഡക്ടസ് ആർട്ടീരിയോസിസ്. അതായത് ഡക്ടസ് ആർട്ടീരിയോസിസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ നിയോനേറ്റ്സിൽ കാണുന്ന ഒരു കൺജനീറ്റൽ ഹാർട്ട് കണ്ടീഷൻ ആണ് ഡക്ടസ് ആർട്ടീരിയോസ് എന്ന് പറയുന്നത്.
ഡക്ടസ് ആർട്ടീരിയോസിസ് എന്നൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ നിയോനേറ്റ്സിൽ വരുന്ന ഒരു കൺജനീറ്റൽ ഹാർട്ട് ഡിസീസ് ആണ്. അപ്പൊ ഇതിന്റെ എന്താ പേറ്റൻസി, ഇതിന്റെ ഇത് മെയിൻറ്റെയിൻ സർജറിക്ക് മുന്നേ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസ്റ്റാഗ്ലാൻഡിൻ ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനും കൂടെയാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത്. സോ ഡക്ടസ് ആർട്ടീരിയോസും ഇതിനൊരു ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് പൾമിനറി ഹൈപ്പർ ടെൻഷന്റെ കാര്യം, അതുപോലെ തന്നെ ഗ്ലോക്കോമയുടെ കാര്യം, അതുപോലെ തന്നെ യൂട്രസിലെ ആക്ഷൻസ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, GIT, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷന്റെ കാര്യങ്ങളെല്ലാം എന്താ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ആക്ഷൻസും ഇൻഡിക്കേഷൻസിന്റെ കാര്യങ്ങളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അഡ്വേഴ്സ് ഇഫക്റ്റ് നോക്കാം. മെയിനായിട്ട് വരുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുൾ വാട്ടറി ഡയറിയാണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ GITയിൽ ഒരു ആക്ഷൻ വരുന്നുണ്ടെന്ന്. അപ്പൊ ഡ്യൂ ടു എൻഹാൻസ്ഡ് പ്രൊപ്പൽസീവ് ആക്ടിവിറ്റി ഓഫ് മ്യൂക്കോസൽ സെക്രീഷൻ കാരണമാണ് എന്ത് വരുന്നത്, വാട്ടറി ഫോഴ്സ്ഫുൾ വാട്ടറി ഡയറിയ ഉണ്ടാവുന്നത്. അതുകൂടാതെ നോസിയ, വോമിറ്റിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് യൂട്രൈനിൽ നമ്മൾ പറഞ്ഞ പോലെ കൺട്രാക്ഷൻ വരുന്നതുകൊണ്ട് സിവിയർ ക്രാംസും അതുപോലെ തന്നെ പെൽവിക് ഏരിയയിൽ പെയിൻ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ എന്താ വരുന്നത്, BP കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ഫോളൻ BP ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടക്കികാർഡിയ, ഫ്ലഷിങ്, അതുപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഡ്യൂസ്ഡ് ഫീവർ, ഷിവറിങ്ങും വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന അഡ്വേഴ്സ് ഇഫക്ട്സ്. അപ്പൊ എന്താണ് ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള വാട്ടറി ഡയറിയ ഡ്യൂ ടു ഇൻക്രീസ്ഡ് മ്യൂക്കോസൽ സെക്രീഷൻ. അതുപോലെ തന്നെ യൂട്രൈനിലാണെങ്കിൽ കൺട്രാക്ഷൻ, ക്രാംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലറിൽ BP കുറയാനും ടക്കികാർഡിയ, അതുപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഡ്യൂസ്ഡ് ഫീവർ, ഷിവറിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫാർമക്കോളജിയിൽ പ്രോസ്റ്റാഗ്ലാൻഡ്സിൽ ക്വിക്കായിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫസ്റ്റ് എന്താ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറഞ്ഞു. മെയിൻലി നമ്മുടെ കോക്സ് എന്നാണ് ഇത് വരുന്നത്, അതായത് സൈക്ലോക്സിനേസ് പാത്വേ. അപ്പൊ അതിന്റെ ബയോസിന്തസിസ് എങ്ങനെയാന്ന് പറഞ്ഞു. നമ്മുടെ ഫോസ്ഫോലിപ്പേസ് A വന്നിട്ട് മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ് ക്ലീവ് ചെയ്ത് അരക്കിഡോണിക് ആസിഡ് വന്നിട്ട് കോക്സ് പാത്വേയും ലോക്സ് പാത്വേയും പറഞ്ഞു. അതിൽ കോക്സ് പാത്വേ വഴിയാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിൽ 3 പറഞ്ഞു. കൺട്രാക്ടൈൽ, റിലാക്സന്റ്, അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഇഫക്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോന്നിലും ഉണ്ടാവുന്ന അതിന്റെ ഫിസിയോളജിക്കൽ ആക്ഷൻസ് എന്തൊക്കെയായിരുന്നു നമ്മൾ ഫിസിയോളജിക് ആക്ഷൻസ് CVSൽ പറഞ്ഞു. അതായത് വാസോ കൺസ്ട്രക്ഷൻ, ഡയലേഷൻ, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാക്കുന്നതും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ബ്രോങ്കൈലിൽ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ, ഡയലേഷൻ ഉണ്ടാക്കുന്നത്, GITയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് വരുന്നത് നോക്കി. അതുപോലെ തന്നെ യൂട്രസിലുള്ള ഇൻഡിക്കേഷൻസ് നോക്കി. ഗ്ലോക്കോമ, അതായത് ഐയിൽ വരുന്ന ഇൻട്രാക്കുലർ പ്രഷർ കുറയ്ക്കുന്ന കാര്യം നോക്കി. പിന്നെ നമ്മൾ CNS, അതായത് നമ്മുടെ ഫീവർ, പെയിൻ ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ ഹോർമോൺ റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മെയിനായിട്ട് കാണുന്ന അനലോഗ്സ് ഏതൊക്കെയാന്ന് നോക്കി. അതുപോലെ തന്നെ ഡക്ടസ് ആർട്ടീരിയോസിസ് ഇൻ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ആയ കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ് നോക്കി. അപ്പൊ ഇത്രയാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ കുറിച്ചുള്ളത്. അപ്പൊ നമുക്കിനി വേറൊരു ഡ്രഗുമായിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.